ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും OxtenIdeasന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം വീഡിയോ ആണ്. എന്നുവെച്ചാൽ ഒരു പ്രത്യേകതരം അക്വേറിയമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഈ ടയറൊക്കെ വെച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ നമ്മൾ കുറച്ചാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ടായി. ആദ്യം തന്നെ സോറി വയ്ക്കണ്. എന്നുവെച്ചാൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ അക്വേറിയം ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വെറൈറ്റി സംഭവമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ടല്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ വെറൈറ്റി അക്വേറിയം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയണത് ഒരു അടിപൊളി ടയർ ഒന്നും വേണ്ട, ഒരു ലോക്കൽ ടയർ മതി. വല്ല പഞ്ചറൊക്കെ ഉള്ള ടയറാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒരു ഹോളിൻ്റെ ആവശ്യം ഉണ്ടാകും. അതുകൊണ്ട് ഒരു ഹോളുള്ള ടയറൊക്കെയാണ് കിട്ടുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അടിപൊളിയായിട്ട് അക്വേറിയം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ റൗണ്ടിനനുസരിച്ചുള്ള നമുക്കൊരു ഫൈബർ ഗ്ലാസ് വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയണത് ഞാൻ അവിടെ എഴുതി കാണിക്കുക, ഇതിൻ്റെ അളവ് എത്ര എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടയറിൻ്റെ അളവ് അനുസരിച്ച് നിങ്ങൾ ഫൈബർ ഗ്ലാസ് വാങ്ങാം. ഫൈബർ ഗ്ലാസിന് അധികം വല്ലാത്തതുകൊണ്ട് നമുക്ക് അക്വേറിയം വാങ്ങുന്ന കാശൊന്നും ഇതിന് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ടയറിന് ഇതുപോലെ ഒരു ഹോള് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. സ്ക്വയർ ഷേപ്പിലാണ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെങ്കിൽ കുറച്ചുകൂടി നല്ലത്. നമുക്ക് ഇതിൽ കൂടി വേണം അക്വേറിയത്തിലേക്ക് മീൻ ഇടാനായിട്ട്. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഹോള് ഇട്ടേക്കണത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഫൈബർ ഗ്ലാസ്. അപ്പോൾ അതിൻ്റെ രണ്ട് വശവും ഇതുപോലെ സ്റ്റിക്കറായിരിക്കും നമുക്ക് വാങ്ങാൻ കിട്ടുമ്പോൾ. അതിന് ശേഷം നമ്മൾ ഒരു ഭാഗം അതിൻ്റെ ഒലിച്ച് കളയണം. ഇത് വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ഒരു ഭാഗം നമുക്ക് ആ ഫസ്റ്റ് തന്നെ ഒലിച്ച് കളയാം. അതെന്തെന്ന് വെച്ചാൽ ആ ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് ഒട്ടിക്കേണ്ടത്. ശരിക്കും നോക്കി ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ ഒലിച്ചങ്ങോട്ട് എടുക്കുക. പുലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് മൊത്തമായിട്ട് അങ്ങോട്ട് വലിച്ച് പറിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഒട്ടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഒരു ഭാഗത്ത് സ്റ്റിക്കർ മൊത്തമായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ചെറുതായിട്ട് എൻ്റെ ഫേസൊക്കെ കാണുന്നുണ്ട് ജില്ലയിൽ കൂടി. അപ്പം ഒരു ഭാഗം ഒളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ ഇപ്പോൾ ഞാനും എടുത്തേക്കണ വേറൊരു ഗ്ലൂ ആണ്. അപ്പം നിങ്ങളിൽ ഹോട്ട് ഗ്ലൂ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നല്ല, അതായാലും കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് ഒട്ടിക്കോളും. ഇതാണ് കുറച്ചുകൂടി നല്ലത്, അതുകൊണ്ടാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളിൽ ഹോട്ട് ഗ്ലൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. എൻ്റെ ഹോട്ട് ഗ്ലൂ കംപ്ലൈൻറ്റ് ആവുകയും കൂടി ചെയ്തത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സാധനം വാങ്ങിയത്. അപ്പോൾ ഹോട്ട് ഗ്ലൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് റൗണ്ടിൽ ഇത് വീഡിയോ കാണുന്ന പോലെ റൗണ്ട് ചെയ്ത് ഒട്ടിക്കുക. അതിപ്പോൾ പശ മൊത്തം തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വെള്ളം ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ലതായിട്ട് പശ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സാധനം അതിലേക്ക് കറക്റ്റായിട്ട് വീഡിയോ കാണുന്ന പോലെ ഇറക്കി വെച്ച് കൊടുക്കുക. ഇറക്കി വെച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അമർത്താം. എല്ലായിടത്തും ഗ്ലൂ ശരിക്കും അമർന്നിരിക്കുന്ന രീതിയിൽ അമർത്തി കൊടുക്കുക. എന്നിട്ട് വിരലുകൊണ്ട് നമ്മൾ ഈ ഇത് വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ അഥവാ ഗ്യാപ്പിൽ വല്ലയിടത്ത് വല്ല ഹോൾ ഉണ്ടെങ്കിൽ ഇത് പക്ഷേ നമ്മൾ ഇങ്ങനെ കൈ കൊണ്ടാക്കുമ്പോൾ അത് കയറിയിട്ട് ഫില്ലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹോൾ വന്ന് വെള്ളം ലീക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടി ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇപ്പുറത്ത് ചെയ്ത പോലെ തന്നെ നമ്മൾ അപ്പുറത്തെ വശവും സെയിം രീതിയിൽ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് ഇപ്പം ഓൾറെഡി ഞാൻ അപ്പുറത്തെ ഗ്ലാസ് ഒലിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം നമ്മൾ അപ്പുറത്ത് ചെയ്ത പോലെ തന്നെ സെയിം രീതിയിൽ തന്നെ റൗണ്ട് ചെയ്ത് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഗ്ലൂ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാനായിട്ടൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഫില്ലായിട്ടുണ്ടോ നോക്കാം കറക്റ്റ്, അല്ലെങ്കിൽ ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കാനില്ല. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ഭാഗവും കൂടിയും വീഡിയോ കാണുന്ന പോലെ അമർത്തി കൊടുക്കാണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ലാവാനായിട്ട് നമ്മൾ ഇതും വിരലുകൊണ്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കുറച്ച് അമർത്തിയിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഗ്ലൂ ഒക്കെ കറക്റ്റായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം മൊത്തമായിട്ട് ഇത് ഉണക്കാനായിട്ട് വെക്കേണ്ടതുണ്ട്. എന്നാലേ കറക്റ്റായിട്ട് ചിലപ്പോൾ പൊട്ടിന്ന് വരുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ലീക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ഒരു ദിവസം മൊത്തമായിട്ട് ഉണക്കാൻ വെക്കാം 24 മണിക്കൂർ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഏകദേശം പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഇത്രയും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് ഒട്ടിച്ചിട്ടുണ്ട്, ഇവിടെ ഹോളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇന്നത്തെ ഏകദേശം പണി കഴിഞ്ഞ് ഈ ഗണ്ണ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഒട്ടിച്ചേക്കുന്നത്. അതായത് നിങ്ങളിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ടായാലും ചെയ്യുക. ഇത് കുറച്ചും കൂടി പവർ ആയതുകൊണ്ട് ആണ് നമ്മൾ ഇത് വെച്ച് ചെയ്ത്, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഗ്ലൂ ഗണ്ണാണെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം മൊത്തം ഉണങ്ങാൻ വെക്കണം. ഒരു ദിവസം മൊത്തം ഉണങ്ങാൻ വെച്ചാലേ കറക്റ്റായിട്ട് ഒട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ലീക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ദിവസം മൊത്തം നമ്മൾ ഇത് ഉണക്കാൻ വെക്കണം. അപ്പോൾ ഇന്നത്തെ ഏകദേശം പണി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ കാലത്ത് എടുത്തിട്ട് നമ്മൾ പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്. പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടിപൊളിയാക്കും. അപ്പോൾ ഇന്നത്തെ പണി ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം.
അപ്പോൾ നമ്മൾ ഒരുവിധം വർക്കൊക്കെ ഇന്നലെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ പണി എന്ന് പറയുന്നത് പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ അടിക്കുക, ഇഷ്ടമുള്ള മോഡലിൽ അടിക്കുക, ഒരു കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ വൈറ്റിൽ ഒരു സീബ്ര ക്രോസ് പോലെയാണ് പെയിൻറ്റ് ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാതെ നല്ല ഭംഗി ഇതിലും കൂട്ടാനായിട്ട് ശ്രമിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻറ്റിങ് ഒന്നും അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ അലമ്പായി തോന്നണമെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾക്ക് എന്തോരം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് പക്ഷം ഒരുപോലെ തന്നെയാണ് പെയിൻറ്റ് ചെയ്യണത്. അതായത് അപ്പുറത്ത് സീബ്ര ക്രോസ് തന്നെയാണ് ചെയ്തത്, ഇപ്പുറത്ത് നമ്മൾ സീബ്ര ക്രോസ് തന്നെയാണ് ചെയ്ത്. ഇപ്പം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വശം വേറെ ഡിസൈനും ഒരു വശം വേറെ ഡിസൈനായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും നമ്മളിപ്പോൾ ചെയ്യണക്കാട്ടും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ പെയിൻറ്റിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. രീതി കാണുന്ന പോലെ നമ്മൾ വീഡിയോ ചെയ്യണ പോലെ തന്നെ ചെയ്യണമെന്നൊരു യാതൊരു നിർബന്ധമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ 2 മണിക്കൂർ ഉണങ്ങാൻ വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ എടുത്തേക്കണത്. അതായത് ഇപ്പോൾ ഉണങ്ങാൻ വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് എടുക്കുമ്പോൾ കൈമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 മണിക്കൂറോ 3 മണിക്കൂർ ഉണങ്ങാൻ വെച്ചതിന് ശേഷം മാത്രം പെയിൻറ്റ് അടിച്ചതിന് ശേഷം എടുക്കുക. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ഭാഗം, അതായത് ആദ്യം ഉലിക്കാത്തതിൻ്റെ ഭാഗം നമുക്ക് ഉലിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കൂടി ഉള്ളൂ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ചില്ലായിട്ട് അപ്പുറത്തെ ഭാഗം വരെ നമുക്ക് അടിപൊളി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത്രയും പെർഫെക്റ്റ് ചില്ലാണ്, ഫൈബർ ഗ്ലാസ് ആണ് നമ്മൾ വാങ്ങിയേക്കണത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ നിഴലൊക്കെ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ 2 വശവും ഒരുപോലെ ഉലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ ഭാഗം ഇപ്പുറത്ത് നിന്ന് നോക്കിയാലായിട്ട് കാണാൻ പറ്റും. അത്രയും പെർഫെക്റ്റ് ക്ലിയർ ഉള്ള ഗ്ലാസ്സാണ്. അപ്പോൾ രണ്ടാമത്തെ ഭാഗത്തെ സ്റ്റിക്കർ നമ്മൾ ഉലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഉലിച്ചങ്ങോട്ട് എടുക്കുന്നുണ്ട്. ആഹാ, എന്താ രസം! ക്ലിയറായിട്ട് അപ്പുറത്തെ ഭാഗം കാണാൻ പറ്റുന്നുണ്ട്. അതായത് നല്ല ഭംഗിയുണ്ട്, നമ്മളായിട്ട് പറയല്ല, ശരിക്കും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യെ ബാക്കിലത്തെ ഭാഗം കാണാൻ പറ്റും, ഞാൻ നോക്കണൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. അത്രയും പെർഫെക്റ്റ് ചില്ലാണ് നമ്മൾ ഫൈബർ ഗ്ലാസ്സാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. കണ്ടോ, ഇപ്പോൾ എൻ്റെ കയ്യെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ മീനിട്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള ബാക്കി നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അക്വേറിയത്തിലിടാനായിട്ട് നമ്മൾ മീനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഗോൾഡ് ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഇടണം. ആദ്യം വെള്ളം നിറക്കണം. അപ്പോൾ ഇത് ആദ്യം ഒന്ന് അടിക്ക് വെക്കാണ്ട് നമുക്ക് ഇതിലേക്ക് മുകളിൽ ഹോളുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കൂടി വെള്ളം നിറച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വെള്ളം ഒഴിച്ചാൽ തെന്നിപ്പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഒരാളെ കൊണ്ട് പിടിപ്പിക്കുന്ന അനിയനാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഓക്സിജൻ ചെടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് അടിക്കിട്ടുണ്ട്. ബാക്കിയുള്ള അപ്പോൾ അമ്മ വലിയ ബക്കറ്റിൽ കയറണം ഒഴിക്കണേ. അപ്പോൾ ഇതിപ്പോൾ പകുതി ആയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ച വെള്ളം പോരാണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി ഒഴിക്കുകയാണ്, വേറെ ബക്കറ്റും കൂടി മുന്നിട്ട്. നമുക്ക് ഫുള്ളായിട്ട് ഒഴിക്കണ്ട. ഫുള്ളായിട്ട് ഒഴിച്ചാൽ ചിലപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നിർത്താം. ഈ ബക്കറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. ഒരു തരിയും കൂടി ഗ്യാപ്പ് ഉണ്ട്, അതായത് വെള്ളം ഫില്ലായക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഇത് മീനിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. മീനൊക്കെ പഴിക്കുക. വാങ്ങിച്ച മീൻ ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഒഴിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇന്നത്തെ നമ്മൾ ഈ വർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യാം. അതായത് ഒരു വെറൈറ്റി അക്വേറിയം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നാൽ ഡിസ്ലൈക്ക് ചെയ്തൊരു കുഴപ്പമില്ല. പിന്നെ ഇതുപോലുള്ള അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനി ലഭിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെ OxtenIdeas എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെക്കാം. പിന്നെ എന്താ പറയുക, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാം. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഇതിൽ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും വരാം. ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ.
തന്നെ.